ഈ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ ഇലക്ഷൻ കമ്മീഷനെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒരു ടൂളായി ഉപയോഗിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇത് വോട്ട് ലീക്കായ വിഷയങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, വോട്ട് ചോരി വിഷയങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. അത് രാഹുൽ ഗാന്ധി എത്രയും പ്രൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ അതെങ്ങനെയും കവറപ്പ് ചെയ്യണം, അതിനൊത്തിരി മീഡിയ അറ്റൻഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടാതിരുന്നു, പ്രതികരിച്ചില്ല, രാഹുൽ ഗാന്ധിയെ കുറ്റക്കാരനാക്കി, തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു, തെളിവ് വീണ്ടും കൊടുത്തു. പിന്നെ ഈ തെരുവ് നായയുടെ വിഷയം കൊണ്ടുവന്നു. അതായത് ഒരു വിഷയം, ഈ സർക്കാരിനെതിരെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് കവറപ്പാക്കാൻ മറ്റ് വിഷയങ്ങൾ കൊണ്ടുവരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വോട്ട് ചോരി വിഷയത്തിന് വേണ്ടത്ര ശ്രദ്ധ നമ്മൾ നൽകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാ? അത് രാഷ്ട്രീയത്തിന്റെ കളികളായിട്ടാണ് തോന്നുന്നത്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതിന് മുന്നിലുള്ള അതിന് പിന്നിലുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡ എന്തായിരിക്കും? പിന്നെ ഒരാളുടെ അച്ഛന്റെ പേര് 0000. പിന്നെ HW വീട്ടു നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ABCDFG. പിന്നെ ഒരു വീട്ടിൽ 89 പേർ. 89 പേർ. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അതായത് ഇതിപ്പോ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം തെളിവ് സഹിതം പുറത്തുവിടുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ജനങ്ങളെല്ലാം അത് ശ്രദ്ധിക്കുകയാണ്, അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJP സർക്കാരിന്റെ ഒരു തകർച്ചയിലേക്ക് അത് നയിക്കും. അപ്പൊ അത് കവറപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണോ ഇപ്പൊ അവർ ചെയ്യുന്നത്? ഷാറൂഖ് ഖാൻ ഫാനാണല്ലോ ഏതായാലും പ്രമദ. ജവാൻ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ എന്തായിരുന്നു അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. വളരെ മോശം. എന്താണ് ഷാറൂഖ് ഖാൻ ഫാനായിട്ട് അങ്ങനെ ഒരു ടോക്ക്? ശുദ്ധമായി കൊടുക്ക് കുട്ടാ. എത്രടാ നമ്പർ? അല്ല, അതിന് പിന്നിലുള്ള പ്രൊപ്പഗാൻഡ എന്തായിരുന്നു അതിന് പിന്നിലുള്ള ഒരു തന്ത്രം? ഷാറൂഖ് ഖാൻ ആദ്യം ഈ പാകിസ്ഥാനിലൊക്കെ പോകുന്ന സമയത്ത് ഒരു മുസ്ലിം ആയതുകൊണ്ട് പുള്ളിനെ ടെററിസ്റ്റ് രീതിയിലാണ് ആദ്യം ഇന്ത്യൻ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പയ്യെ പുള്ളിക്കാരന് മനസ്സിലായി ഇന്ത്യൻ ഗവൺമെന്റിനെ കൂട്ടുന്നില്ലെങ്കിൽ പുള്ളിനെ ആ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെ പെടുത്തി കാണത്തുള്ളൂ. അമീർ ഖാൻ, സൽമാൻ ഖാൻ, അതുപോലെ കുറേ നടന്മാർ ഈ ഒരു ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനപ്പോൾ പയ്യെ BJP സർക്കാരിന് ഒരു സപ്പോർട്ടുള്ള എന്നുള്ള രീതിക്കാണ് നിന്ന് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരന് നാഷണൽ അവാർഡ് കൊടുക്കാനുള്ളത്. കാട് ജീവിതം പോലുള്ള സിനിമകളൊക്കെ മാറ്റി നിർത്തി ജവാനൊക്കെ അവാർഡ് കൊടുത്തപ്പോൾ എന്ത് തോന്നി? ഈയിടയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു മൂവിയാണ് കേരള സ്റ്റോറി. പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർ അത്തരത്തിലൊരു പ്രൊപ്പഗാൻഡ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ടോ? അവർക്ക് ഒരു ഹ്യൂമർ എലമെന്റ് മാത്രമായിട്ട് നമ്മുടെ കൾച്ചർ മനസ്സിലാക്കാനോ അങ്ങനത്തെ ഒരു ഇതില്ല. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കാണുന്നത് ജനാധിപത്യമാണോ എന്നത് സംശയകരമാണ്. കാരണം ജനങ്ങളുമായിട്ട് ഒട്ടും അടുപ്പമില്ലാത്ത ഒരു കേരളത്തിലാണോ ഇന്ത്യയിലാണോ? കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലാണോ ഇന്ത്യയിലാണോ? കേരളത്തിലും ഇന്ത്യയിലും പോയി ചത്തുടടാ. ഇവരെല്ലാവരും നമ്മൾ പ്രതീക്ഷ പോലെയല്ല, നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.